ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ ഈന്തപ്പഴം അച്ചാറാണ്. അതിനായിട്ട് അരിഞ്ഞ നാരങ്ങ എടുത്ത് ഉപ്പിട്ട് വരട്ടി 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം ചീനച്ചട്ടി എടുക്കുക. അതിലോട്ട് നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ അരിഞ്ഞ് വെച്ച നാരങ്ങ വഴറ്റി നല്ലോണം എടുക്കുക. അതിലേക്ക് കയ്പ്പ് മാറാൻ വേണ്ടി ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. അതിനുശേഷം നമ്മൾ വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് വെളുത്തുള്ളി ഇട്ട് ഇഞ്ചി ഇട്ട് പച്ചമുളക് ഇട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് വീണ്ടും മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നാരങ്ങ മാറ്റി വെച്ച നാരങ്ങയില്ലേ, അത് നമ്മൾ ഇടുക. അതിനുശേഷം നമ്മൾ ഈന്തപ്പഴം കുരു കളഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കറിവേപ്പില ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴത്തേന് നമ്മൾ ഈന്തപ്പഴം അച്ചാർ റെഡി. അപ്പോൾ എല്ലാവരും വിനാഗിരി ഒഴിക്കണം ലാസ്റ്റ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ ഈന്തപ്പഴം അച്ചാറാണ്. അതിനായിട്ട് അരിഞ്ഞ നാരങ്ങ എടുത്ത് ഉപ്പിട്ട് വരട്ടി 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം ചീനച്ചട്ടി എടുക്കുക. അതിലോട്ട് നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ അരിഞ്ഞ് വെച്ച നാരങ്ങ വഴറ്റി നല്ലോണം എടുക്കുക. അതിലേക്ക് കയ്പ്പ് മാറാൻ വേണ്ടി ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. അതിനുശേഷം നമ്മൾ വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് വെളുത്തുള്ളി ഇട്ട് ഇഞ്ചി ഇട്ട് പച്ചമുളക് ഇട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് വീണ്ടും മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നാരങ്ങ മാറ്റി വെച്ച നാരങ്ങയില്ലേ, അത് നമ്മൾ ഇടുക. അതിനുശേഷം നമ്മൾ ഈന്തപ്പഴം കുരു കളഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കറിവേപ്പില ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴത്തേന് നമ്മൾ ഈന്തപ്പഴം അച്ചാർ റെഡി. അപ്പോൾ എല്ലാവരും വിനാഗിരി ഒഴിക്കണം ലാസ്റ്റ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം.